ചിലപ്പോൾ പ്രകൃതി പോലും ഒരു ധ്യാനത്തിലാണോ എന്ന് തോന്നും. ലുംബിനിയിലെത്തിയപ്പോൾ ഞങ്ങൾക്ക് തോന്നിയതും അതാണ്. പച്ചപ്പിൻ്റെ ആവേശമില്ല, തെളിഞ്ഞ നീലാകാശവുമില്ല, ഒരുതരം ചാരനിറം പടർന്ന അന്തരീക്ഷം. മലിനീകരണമാണോ അതോ ഈ മണ്ണിൻ്റെ മനോഹാരിതയാണോ എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത ആ ഒരു ഗ്രേയിഷ് മോഡ് ലുംബിനിക്ക് വല്ലാത്തൊരു ഗൗരവം നൽകുന്നുണ്ട്. ഇവിടെ ഓരോ ചുവടിലും ചരിത്രമുണ്ട്. ജാപ്പനീസ് മൊണാസ്ട്രിയുടെ ആ വെളുത്ത പ്രഭയിൽ തുടങ്ങി ലോകത്തിൻ്റെ പല കോണുകളിൽ നിന്നെത്തിയ ശില്പകലകൾ. വലിയ ബഹളങ്ങളില്ല, തിരക്കുകളില്ല. മനുഷ്യൻ്റെ ഉള്ളിലെ ബഹളങ്ങൾ പോലും അവിടെ നിശബ്ദമാകുന്നു. മുന്നിൽ നീണ്ടു നിവർന്നു കിടക്കുന്ന ആ വലിയ കനാൽ, അതിലൂടെ ബോട്ടുകൾ നീങ്ങുന്നുണ്ടെങ്കിലും ആ ചാരനിറമുള്ള ആകാശത്തിന് താഴെ കനാലിൻ്റെ തീരത്ത് കൂടി പതുക്കെയുള്ള ആ നടത്തം, അത് നൽകിയൊരു ഫീൽ വാക്കുകൾക്കപ്പുറമാണ്. യാത്ര ചെന്ന് നിൽക്കുന്നത് മായാദേവി ടെമ്പിളിലാണ്. 2000-ലധികം വർഷങ്ങൾക്ക് മുൻപ് ലോകത്തിന് വെളിച്ചമായ സിദ്ധാർത്ഥൻ ജനിച്ച മണ്ണ്. അവിടെ നിൽക്കുമ്പോൾ നമ്മൾ അറിയാതെ ഒന്ന് ഓർത്തുപോകും. സമാധാനമെന്നത് തേടിപ്പോകേണ്ട ഒന്നല്ല, അത് അനുഭവിക്കേണ്ട ഒന്നാണ്. കാഴ്ചകളേക്കാൾ ഉപരി ഉള്ളിൽ നിറഞ്ഞ ആ ശാന്തതയാണ് ഞങ്ങൾ കൂടെ കൂട്ടുന്നത്.